നമ്മുടെ നാട്ടിൽ അടുത്തിടെ ഈ ലൈംഗിക അതിക്രമ കേസുകളൊക്കെ വളരെ വ്യാപകമായി തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഉയരുന്ന ഒരു ചോദ്യം അതിൽ ഇരകൾക്കൊക്കെ നീതി ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പ്രതിയെ പോലീസ് കണ്ടെത്തി കോടതി നടപടിയെടുത്താൽ പോലും കൃത്യമായി ശിക്ഷ നൽകാൻ കഴിയുന്നുണ്ടോ എന്നാണ്. ചില കേസുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇല്ല എന്ന് തന്നെയായിരിക്കും ഉത്തരം. അത്തരമൊരു കേസിലേക്ക് കൂടിയാണ് മീഡിയ വൺ പ്രേക്ഷകരുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. അത് വയനാട്ടിലാണ്. വയനാട്ടിൽ ചികിത്സയ്ക്കെത്തിയ പെൺകുട്ടിയെ ലൈംഗികാതിക്രമത്തിനിരയാക്കിയ കേസിൽ കോടതി ശിക്ഷിച്ച സർക്കാർ ഡോക്ടർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. വയനാട് മെഡിക്കൽ കോളേജിലെ മനോരോഗ വിദഗ്ധൻ ഡോക്ടർ ജോസ്റ്റിൻ ഫ്രാൻസിസ് ഇപ്പോഴും സർവീസിൽ തുടരുന്നതിനെതിരെയാണ് പ്രതിഷേധം. കഴിഞ്ഞ ദിവസം ജില്ലയിലെ SSLC വിദ്യാർത്ഥികളുടെ LD സ്ക്രീനിംഗ് ക്യാമ്പിന് നേതൃത്വം നൽകിയതും ഇതേ ഡോക്ടറായിരുന്നു. വയനാട് മെഡിക്കൽ കോളേജിലെ മനോരോഗ വിദഗ്ധൻ ഡോക്ടർ ജോസ്റ്റിൻ ഫ്രാൻസിസിനെ കഴിഞ്ഞ ദിവസമാണ് കൽപ്പറ്റ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ലൈംഗികാതിക്രമ കേസിൽ ശിക്ഷിച്ചത്. എന്നാൽ വിധി വന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടും ഇയാളെ സർവീസിൽ നിന്ന് മാറ്റി നിർത്താനോ വകുപ്പ് തല നടപടിയെടുക്കാനോ അധികൃതർ തയ്യാറായിട്ടില്ല. അതിനിടെ വൈത്തിരി BRCയുടെ നേതൃത്വത്തിൽ കൽപ്പറ്റ SKMJ സ്കൂളിൽ നടക്കുന്ന ജില്ലയിലെ SSLC വിദ്യാർത്ഥികളുടെ LD സ്ക്രീനിംഗ് ക്യാമ്പിന് നേതൃത്വം നൽകാൻ വിദ്യാഭ്യാസ വകുപ്പ് ചുമതലപ്പെടുത്തിയതും ഇയാളെയായിരുന്നു. ഭരണാനുകൂല സംഘടനകളുടെ അകമഴിഞ്ഞ പിന്തുണയാണ് KGMOയെ മുൻ ജില്ലാ പ്രസിഡന്റായ പ്രതിക്ക് തുണയാകുന്നതെന്നാണ് ആരോപണം. ഗവൺമെന്റ് സർവീസിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ നൽകുന്നുണ്ട്. തന്നെ വയനാട് ജില്ലയിലുടനീളം വിദ്യാർത്ഥികൾക്കിടയിലൂടെ ഉൾപ്പെടെ ഈ പറഞ്ഞ ക്യാമ്പിൽ ഉൾപ്പെടെ വിലസി നടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ആരോപണത്തിനപ്പുറം വിധി വന്നിട്ട് പോലും ഇദ്ദേഹത്തെ മാറ്റി നിർത്താതെ ഇദ്ദേഹത്തെ മുൻപിൽ വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നതിന് ഒരേ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം KGMOന്റെ ഒരു നേതാവ്. വയനാട് ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെയും വിമുക്തി പദ്ധതിയുടെയും നോഡൽ ഓഫീസറായിരുന്ന ജോസ്റ്റിൻ ഫ്രാൻസിസ് കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ പെൺകുട്ടിയോടും കുടുംബത്തോടും കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്വകാര്യ ക്ലിനിക്കിലേക്ക് എത്താൻ ആവശ്യപ്പെടുകയും അവിടെ വെച്ച് ലൈംഗികാതിക്രമത്തിന് ഇരയാക്കുകയും ചെയ്തെന്നാണ് കേസ്. സംഭവത്തിൽ ഡോക്ടർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കോടതി പ്രതിക്ക് 2 വർഷം തടവും 20,000 രൂപ പിഴയും വിധിച്ചു. വിധിക്കെതിരെ അപ്പീൽ നൽകാൻ പ്രതിക്ക് 1 മാസം സമയം അനുവദിച്ച കോടതി ഉത്തരവിന്റെ സാങ്കേതികത്വം മറയാക്കിയാണ് അധികൃതർ പ്രതിയെ സർവീസിൽ തുടരാൻ അനുവദിക്കുന്നത്. ഇതിനെതിരെ വരും ദിവസങ്ങളിൽ വ്യാപക പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് വിവിധ വനിതാ യുവജന സംഘടനകൾ. ടി അനീസ് അലി, മീഡിയ വൺ, വയനാട്.